30 വർഷത്തെ ചരിത്രമുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2025 ഇന്ന് കൊടിയിറങ്ങുകയാണ്. ഒരുപാട് മേളകളിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ജയ്ഹിന്ദ് ടിവിയുടെ ന്യൂസ് എഡിറ്റർ ബിനു മുരളീധരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിനു, എങ്ങനെയാണ് ഈ ഒരുപാട് കാലങ്ങളായി മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ മേളയെ നോക്കിക്കാണുന്നുണ്ട്, എന്ത് മാറ്റമാണ് മേളയിൽ വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഏകദേശം ഒരു 23 വർഷത്തോളമായിട്ട് ഈ മേളയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മേള ഇപ്പോൾ കുറച്ച് ന്യൂജൻ ഇതിലേക്ക് വന്നു. പക്ഷേ നമുക്കറിയാം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. ഈ കവികളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം തന്നെ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ടാഗോറിലൊക്കെ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് കൈരളി ശ്രീയുടെ ഒരു പടിക്കെട്ടൊക്കെ ഉണ്ട്. അവിടെ കവി അയ്യപ്പനും അവരെല്ലാം ചേർന്നൊരു പാട്ടും മേളവും ഒക്കെ ആയിട്ട് മേള സിനിമ കാണുന്നതിനപ്പുറം കുറച്ചൊരു സാംസ്കാരിക കൂട്ടായ്മ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ട്രെൻഡ് മാറി. ഇപ്പോൾ കുറച്ച് ന്യൂജൻ കുട്ടികൾ വരുന്നുണ്ട്. അവർ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർ വന്ന് സിനിമ കാണുന്നുണ്ട്. പക്ഷേ അവർ സിനിമ കാണുന്നു പോകുന്നു എന്നതിനപ്പുറം വേറെ മറ്റ് കൂട്ടായ്മകൾ അവരുടേതായ ഒരു വിങ്ങിൽ മാത്രമേ ഉള്ളൂ. മറ്റേ പാട്ടും മേളവും ഒക്കെ ആയിട്ട് പരസ്പരം സാംസ്കാരിക പ്രവർത്തനം തന്നെ നടന്നു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു. സിനിമയെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും മേള ഓരോ കഴിയുന്നോറും ഓരോ അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ സിനിമ മാറി, എല്ലാ രംഗത്തും മാറ്റം വന്നതുപോലെ തന്നെ സിനിമയിലും അല്ലെങ്കിൽ മേളയിലും മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ മേളയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 30 വർഷം കഴിയുന്നു. ഈ സിനിമകളൊക്കെ, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ, പണ്ട് ഈ സിനിമകളൊക്കെ കാണാൻ മേളയിൽ തന്നെ വരണമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ ടെലഗ്രാമിലും ഒക്കെ എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് മേളയുടെ ഒരു പ്രാധാന്യം കുറയുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ പൊതുവേ സിനിമകൾക്ക് തന്നെ പ്രാധാന്യം കുറഞ്ഞിരുന്നു. കാരണം സിനിമകൾ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു. ന്യൂജൻ അവരൊക്കെ ഈ OTT വഴിയാണ് കാണുന്നത്. ഇപ്പോൾ ഹോം തിയേറ്ററുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം മിക്കവാറും വീടുകളിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ മെനക്കെട്ട് കാണണ്ട എന്നുള്ളത് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഇതേ സമയത്ത് വന്ന് ഈ 2 മണിക്കൂർ ക്യൂ നിന്ന് കാണണ്ട. മറ്റേതാകുമ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് ജോലിയുടെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കാണുന്നു, പിന്നെ ബാക്കി ജോലികൾ കിടക്കുന്നു, പിന്നെ ഒരു അരമണിക്കൂർ കാണുന്നു, അങ്ങനെ 4 പ്രാവശ്യമൊക്കെ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ന്യൂജൻ അവരോട് പലരോട് ചോദിക്കുമ്പോൾ പറയുന്നത് മേളയ്ക്ക് വരേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിത് OTTയിൽ കിട്ടും, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നെറ്റിൽ വരും എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് വേറെയാണ്. എല്ലാവരുമായിട്ട് കൂട്ടായ്മയോടുകൂടി, എല്ലാ സുഹൃത്ത് ബന്ധങ്ങളോടും കൂടി മേളയിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെയാണ്. അത് ആസ്വദിക്കുന്നവരുമുണ്ട്. മറ്റു ചിലർ ഈ പറഞ്ഞ പോലെ തിരക്കുകൾ കൂടുതലുള്ള IT ഫീൽഡിലൊക്കെ ഉള്ളവരൊക്കെ ഇത്തരത്തിൽ OTT വഴിയും ഒക്കെ കാണുന്നു എന്നുള്ളതാണ്. ഒരു പ്രാധാന്യം കുറയുന്നില്ല. ഇനി ഇത് തുടർന്ന് പോകും. മേള എന്തായാലും തുടർന്ന് പോകും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഓരോരോ മാറ്റങ്ങൾ, അതിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ അതിനോടൊപ്പം തന്നെ വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു.